വെക്കേഷനൊക്കെ അല്ലേ, കുറേ നോട്ട്ബുക്ക് കാണുമല്ലോ വീട്ടിൽ. അതിലേതെങ്കിലും ഒന്ന് എടുക്കുക, പേജ് മുറിക്കുക, കട്ട് ചെയ്യുക. എന്ത് കട്ട് ചെയ്യുക? ഒരു തവളേനെ നമുക്ക് കട്ട് ചെയ്യണം. അപ്പോൾ കുറേ പേജ് ഒരുമിച്ച് പറിക്കുക എന്നുള്ളതൊരു ചടങ്ങാണ്. സോ ഞാൻ ഇങ്ങനെയൊക്കെയോ മുറിച്ചു, 4-5 പേപ്പർ കിട്ടി. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ തവളേനെ വരയ്ക്കുന്നു. തവളേനെ വര ഒരു പ്രത്യേക വരയാണ്. 1 അല്ല 2 അല്ല 3 അല്ല, എത്രയോ പ്രാവശ്യം വരച്ചതിന് ശേഷമാണ് ഈ ഒരു രൂപം എനിക്ക് കിട്ടിയത്. ഇത് ചെവിയാണെന്ന് നിങ്ങൾ കരുതും, പക്ഷേ ചെവിയല്ല ഗൈസ്, കണ്ണാണ്. അങ്ങനെ കുറേ ശ്രമത്തിന് ശേഷം ഞാനൊരു തവളയുടെ മുഖം എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ ആക്കി വരച്ചിട്ടുണ്ട്. ഇനി അടുത്ത ചടങ്ങ് മുറിക്കലാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ വെട്ടുമുറിയൊന്നും തീരെ ഇഷ്ടമല്ല, പക്ഷേ എനിക്ക് ക്രാഫ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ടും കത്രികയോ കത്തിയോ കയ്യിലെടുക്കേണ്ടി വരും. അപ്പോൾ അതാ ഏകദേശം ഒരു തവളയുടെ രൂപത്തിലേക്ക് ഞാൻ മുറിച്ചിട്ട് ഞാൻ പിന്നെയും വേറെ പേപ്പർ ഉപയോഗിച്ച് പിന്നെയും നോട്ടല്ല പേജ് ഉണ്ടാക്കി. അങ്ങനെ കുറേ ആവുന്ന അത്ര പേജ് ഉണ്ടാക്കി ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം വലിയ ഷേപ്പൊന്നും കറക്റ്റ് ആയിരിക്കണം എന്നൊന്നുമില്ല. പിന്നെ ഷേപ്പൊക്കെ കറക്റ്റാക്കി നമ്മൾ വെട്ടും മുറിച്ചൊക്കെ വരുമ്പോൾ അടിപൊളിയാണ്. അപ്പോൾ ഗൈസ്, ഞാനൊരു കാര്യം ചോദിക്കാൻ വിട്ടു, എങ്ങനെയുണ്ട് നിങ്ങളുടെ വെക്കേഷൻ? കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കുറേ മുറിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഗമ്മ് അതിൻ്റെ ഒരറ്റത്തായിട്ട് തേച്ച് കൊടുക്കുന്നു, ഒട്ടിക്കുന്നു, അവിടെ വെക്കുന്നു. നമ്മൾ റെസ്റ്റിങ്ങിന് വെക്കുകയാണ് ഗൈസ്. അപ്പം ഫെവിക്കോൾ വെച്ച് ഇത് ഒട്ടിക്കുക എന്നുള്ളത് ഒരു ഒന്നൊന്നര പാടാണ്. ഈ പേപ്പർ അടങ്ങി ഒതുങ്ങി നിൽക്കാൻ എൻ്റെ ഒരു ക്ലിപ്പ് ഉണ്ടായിരുന്നു, പക്ഷെ അത് കാണുവാനില്ല. അങ്ങനെ ഒടുവിൽ എൻ്റെ ക്ഷമ അത് പരീക്ഷിച്ചതുകൊണ്ട് ഞാൻ സെലോ ടാപ്പ് ഇട്ട് ഒട്ടിച്ചു ഗൈസ്. വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ പെയിൻറ്റിങ് ആണ്. ആഹാ, അടിപൊളി, എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് ഈ ബ്രഷ് ഭയങ്കര ഇഷ്ടമാണ്. സോറി, ബ്രഷല്ല, പെൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. അപ്പം ഞാനൊരു തവള പോലെ ഒരു രൂപം വരച്ചു. കണ്ടിട്ട് ഏതോ ഒരു ജീവിനെ പോലെ, പക്ഷേ തവളേനെ പോലെ അല്ല. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ തവളക്കുട്ടൻ. നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇനി ഇതിൻ്റെ ഉള്ളിലത്തെ പേജിലൊക്കെ നമുക്കൊരു ഗ്രീൻ കളറിൻ്റെ ഒരു ഷെയ്ഡ് അറ്റത്തുകൂടെ ഇന്ന് ഫുള്ള് സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. ഓക്കെ, അറ്റത്തൂടെ വരച്ചു കൊടുക്കുക. അങ്ങനെ ഈ പേജ് ഫുള്ളായിട്ട് നമുക്ക് വരച്ചു കൊടുക്കണം. അപ്പോൾ ഗൈസ്, ഞാൻ ഇതെല്ലാം വരച്ചു. എന്ത് മിന്നായം എന്ന് വിചാരിക്കും. അല്ല ഗൈസ്, ജസ്റ്റ് മാജിക് എന്ന് വിചാരിച്ചോ. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യുക? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താ, ഷെയർ ചെയ്യുക ആർക്കെങ്കിലുമൊക്കെ. അവരും ഈ ഒരു വെക്കേഷൻ അടിപൊളിയാക്കട്ടെ. പിന്നെന്താ, കമൻറ്റ് ചെയ്യുക. പിന്നെന്ത് ചെയ്യുക? ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തിയേക്ക്.